നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കാൻ വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ അനായാസം വിജയിച്ചു കയറുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ കണക്കുകൂട്ടൽ. എന്നാൽ BJP ശക്തമായ സാന്നിധ്യമായി തന്നെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കൃഷ്ണകുമാർ മണ്ഡലത്തിലെ തന്നെ സ്ഥാനാർത്ഥിയാണ് എന്നതാണ് പ്രത്യേകത. തന്നാൽ കഴിയുന്ന വിധത്തിൽ എല്ലാം തന്നെ ജനശ്രദ്ധ നേടുന്ന വഴികളുമായി LDF സ്ഥാനാർത്ഥി P സരിനുമുണ്ട്. ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായത്. ഇത് കോൺഗ്രസിലുണ്ടാക്കിയ പൊട്ടിത്തെറിയാണ് P സരിനെ ഇടത് പാളയത്തിൽ എത്തിച്ചതും VD സതീശൻ ഷാഫി അച്ചുതണ്ടിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സരിൻ രംഗത്തിറങ്ങിയതും. ഇതിനു പിന്നിലെ സമാന അഭിപ്രായവുമായി മറ്റ് കോൺഗ്രസ് നേതാക്കളും എത്തി. AK ഷാനിബും പാർട്ടി വിട്ടത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ്. ഇതിനിടെ K മുരളീധരൻ ഇടഞ്ഞു നിന്നുവെങ്കിലും ഒടുവിൽ പ്രചരണത്തിന് അദ്ദേഹം എത്തി. ഇതോടെ ഒരു പരിധിവരെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇതിനിടെയും പാലക്കാട്ടെ കോൺഗ്രസിൽ അവസാന നിമിഷം ചില അടിവലികൾ നടന്നേക്കുമോ എന്ന ആശങ്കയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷത്തുള്ളവർ. ഇതിന് കാരണവും കോൺഗ്രസിനുള്ളിലെ നേതാക്കൾക്കിടയിലെ ശീതയുദ്ധങ്ങളാണ്. സ്ഥാനാർത്ഥിയോടുള്ള അതൃപ്തി തൃശൂരിൽ കോൺഗ്രസിനെ തോൽവിയിലെത്തിച്ച സംഭവം എല്ലാവരും കണ്ടതാണ്. സമാനമായ അവസ്ഥ പാലക്കാട് ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയനെതിരായ വികാരം അതിശക്തമായി നിലനിൽക്കുന്നുമുണ്ട്. ഇത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഈ രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാകുമോ എന്നതാണ് ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പാലക്കാട് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രചരണത്തെ നയിക്കുന്നത്. ഷാഫിയാണ് എല്ലാ കാര്യങ്ങളിലും രാഹുലിനൊപ്പമുള്ളത് എങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏകോപനമെല്ലാം സതീശനാണ്. ഇതോടെ ഈ തിരഞ്ഞെടുപ്പിലും വിജയിച്ചാൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ നായകനായി സതീശൻ വാഴ്ത്തപ്പെട്ടേക്കാം. ഇതോടെ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുമെന്ന സാഹചര്യമുണ്ടാകും. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീഴ്ത്താൻ ചില നേതാക്കൾ അണിയറയിൽ ചരടുവലികളുമായി രംഗത്തുണ്ട്. BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് വോട്ട് മറിച്ചു നൽകാനാണ് ഒരു വിഭാഗത്തിന്റെ ശ്രമം. ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് മറിക്കാൻ രണ്ട് പ്രമുഖ നേതാക്കൾ BJPയുമായി ആശയവിനിമയം നടത്തിയെന്നാണ് സൂചന. അതേസമയം പല ഗ്രൂപ്പുകളായി നിൽക്കുന്ന BJP നേതാക്കൾക്ക് ഈ വോട്ട് മറിക്കൽ ആശയം സ്വീകാര്യമാകാത്ത അവസ്ഥയുമുണ്ട്. കേരളത്തിൽ നിയമസഭയിലേക്ക് വിജയിച്ചത് തലയെടുപ്പുള്ള നേതാവായ O രാജഗോപാലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പകരം രണ്ടാമതായി ഒരാൾ നിയമസഭയിൽ വിജയിച്ച് കയറണമെങ്കിൽ അത് രണ്ടാം നിലയിൽ നിന്നും വേണ്ട എന്നാണ് മുതിർന്ന BJP നേതാക്കളുടെ പക്ഷം. വിജയിച്ചു കയറിയാൽ കൃഷ്ണകുമാറിന് BJPയിൽ കൂടുതൽ പിടിമുറുക്കുകയും ചെയ്യുമെന്നത് അവർ മുൻകൂട്ടി കാണുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പാളയത്തിൽ നിന്നും വോട്ട് മറിഞ്ഞാലും BJP പാളയത്തിൽ നിന്നും വോട്ട് ചോരുന്ന അവസ്ഥയുണ്ട്. അവർക്ക് വേണ്ടത് രാഹുലിന്റെ വിജയമാണ് താനും. ഇതോടെ രണ്ട് ഭാഗത്തുമുള്ള അതൃപ്തരായ BJP കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ടുകൾ പല വഴി ചിതറാനാണ് സാധ്യത. പാലക്കാട്ടെ നേതാക്കളും ഇത്തരം നീക്കത്തിന് പിന്നിലുണ്ട്. ഷാഫി പറമ്പിലിന്റെ പിടിയിൽ നിന്നും പാലക്കാട് കോൺഗ്രസിനെ മോചിപ്പിക്കാനുള്ള സുവർണ അവസരം എന്ന നിലയിലാണ് ഒരു വിഭാഗം നേതാക്കൾ ഉപതിരഞ്ഞെടുപ്പിനെ കാണുന്നത്. കുറെ കാലമായി ഷാഫിയാണ് ജില്ലയിലെ കോൺഗ്രസിനെ അടക്കി ഭരിക്കുന്നത്. തന്റെ അനുഭാവികളെ വളർത്താൻ വേണ്ടി മറ്റുള്ളവരെ ചവിട്ടിത്തേക്കുന്ന സമീപനമാണ് ഷാഫി സ്വീകരിക്കുന്നത് എന്നതാണ് ഇക്കൂട്ടരുടെ ആക്ഷേപം. ഇതിനെല്ലാമുള്ള മറുപടിയാണ് ഉപതിരഞ്ഞെടുപ്പ് എന്ന് കരുതുന്നവരുമുണ്ട്. അതേസമയം പിണറായി സർക്കാരിനെതിരായ രാഷ്ട്രീയ വികാരവും ഷാഫി മുന്നിൽ നിന്നും പ്രചരണം നയിക്കുന്നതും കൊണ്ട് രാഹുലിന് കാര്യങ്ങൾ അനുകൂലമാകുമെന്ന് കരുതുന്നവരുമേറെയാണ്. അതേസമയം K മുരളീധരൻ അടക്കം പ്രചരണത്തിനെത്തിയെങ്കിലും രാഹുലിന് വോട്ട് ചെയ്യണമെന്ന് എടുത്തു പറഞ്ഞിരുന്നില്ല. UDFനും കൈപ്പത്തിക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതെല്ലാം തന്നെ കോൺഗ്രസ് പാളയത്തിലെ അസ്വാരസ്യങ്ങളുടെ സൂചനയായി വിലയിരുത്താം. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി CPMൽ ചേർന്നത് കഴിഞ്ഞ ദിവസമാണ്. 2020 മുതൽ ജില്ലയിൽ കോൺഗ്രസ് BJP കൂട്ടുകെട്ടാണ് എന്നും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളല്ല, ഒരു നാണയം തന്നെയാണ് ഇരു പാർട്ടികളെന്നും കൃഷ്ണകുമാരി പറഞ്ഞു. പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ആളുകൾക്ക് അറിയുന്ന കാര്യമാണിത്. ഈ വിഷയം ഉന്നയിച്ചപ്പോൾ പാർട്ടി അവഗണിക്കുകയാണ് ചെയ്തത് എന്ന് കൃഷ്ണകുമാരി ആരോപിച്ചിരുന്നു.
ഇതിനിടെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭൂരിപക്ഷം പ്രവചിച്ച് DCC പ്രസിഡന്റ് A. തങ്കപ്പനടക്കം രംഗത്ത് വന്നിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വെല്ലുവിളിയും സൃഷ്ടിക്കാൻ BJPക്കോ CPMനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. പഴുതടച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തിയാണ് മുന്നോട്ട് പോയത്. യാതൊരു വിധത്തിലുള്ള വെല്ലുവിളിയും തോന്നിയിരുന്നില്ല. വലിയ ഭൂരിപക്ഷവുമായി മുന്നോട്ട് പോകുമെന്നും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെയുള്ള ജനവികാരമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. 15,000-ലധികം വോട്ടുകൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്ന് തങ്കച്ചൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോൺഗ്രസിന്റെ ഒരു വോട്ടും സരിന് കിട്ടില്ല എന്നും സരിൻ കോൺഗ്രസ് വിട്ട് CPMലേക്ക് പോയതുകൊണ്ട് അവിടുത്തെ വോട്ട് ഇങ്ങോട്ട് വരാൻ പോകുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നഗരസഭയിലും 3 പഞ്ചായത്തുകളിലും കോൺഗ്രസിന് വലിയ ലീഡ് കിട്ടുമെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. CPMും BJPയും തമ്മിൽ ഡീലുണ്ട്. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുലിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് K. മുരളീധരൻ വോട്ട് ചോദിച്ചത്. 3 തിരഞ്ഞെടുപ്പ് നോക്കിയാലും ഷാഫിക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. എന്നാൽ CPM തോൽക്കുമ്പോൾ സ്ഥിരമായി പറയുന്നതാണ് BJP വിജയിക്കാതിരിക്കാൻ ഷാഫിക്ക് വോട്ട് ചെയ്തു എന്ന്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പല പേരുകളും ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ഒറ്റക്കെട്ടാണ് എന്നും തങ്കപ്പൻ പറഞ്ഞു. കോൺഗ്രസിൽ തർക്കങ്ങളുണ്ട് എന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. കോൺഗ്രസിനെതിരില്ലാതെ മുന്നേറ്റം വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയതാണ് ഈ ഭിന്നിപ്പ് ഉണ്ട് എന്നത്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ LDF സർക്കാരിന് എതിരാണ്. കർഷകരായാലും സാധാരണ തൊഴിലാളികളായാലും പെൻഷൻ വാങ്ങുന്ന വയോജനങ്ങളായാലും എല്ലാവരും CPMനെതിരാണ് എന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി.